all the way. ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ. പാട്ടൊക്കെ പാടുന്നുണ്ടല്ലോ. എന്ത് പറ്റി? ക്രിസ്മസ് ബെൽസ്, ക്രിസ്മസ് ട്രീ, ക്രിസ്മസ് നക്ഷത്രം, സമ്മാനങ്ങൾ, കേക്കുകൾ, പാർട്ടികൾ. ക്രിസ്മസിന് അടുത്തെത്തി. എന്ത് രസമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പാട്ട് പാടിയത്. അനീറ്റ, എനിക്കൊരു ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട്. പള്ളിയിൽ മുതിർന്നവർ ക്രിസ്മസിന് ഒരു പ്രോഗ്രാമിന് ചെല്ലാൻ വേണ്ടി. പക്ഷേ ഈ ദിവസം തന്നെ എൻ്റെ കൂട്ടുകാരും എന്നെ വിളിച്ചിട്ടുണ്ട്. എനിക്കിത് ഏതിന് പോകണം എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ വളരെ കൺഫ്യൂഷനിലാണ്. എനിക്ക് തോന്നുന്നു മുതിർന്നവർ സംഘടിപ്പിച്ച പ്രോഗ്രാം ആയിരിക്കും നല്ലതെന്ന്. പക്ഷേ എന്നാലും കൂട്ടുകാരോടൊപ്പം സമയം ചെലവിടുന്നത് നല്ല കാര്യം തന്നെയാണ്. നമ്മൾ രണ്ടുപേരും പള്ളിയിൽ പോകുന്നത് അതിനേക്കാൾ നല്ല പ്രയോജനമുള്ളതുമായിരിക്കും. ക്രിസ്മസിന് ധാരാളം പേർ പാർട്ടികളും വിനോദങ്ങളും ഒക്കെ സംഘടിപ്പിക്കാറുണ്ട്. എന്നാൽ എല്ലാ വിനോദങ്ങൾക്കും ആഘോഷങ്ങൾക്കും ഇടയിൽ ഇതിന്റെ യഥാർത്ഥ അർത്ഥത്തെക്കുറിച്ച് പലപ്പോഴും നമ്മൾ ഓർക്കാറില്ല. ക്രിസ്മസിന്റെ യഥാർത്ഥ സന്തോഷം ലഭിക്കുന്നത് പാർട്ടികളിലും സമ്മാനങ്ങളിലുമല്ല. ക്രിസ്മസിന്റെ യഥാർത്ഥ ശ്രദ്ധാകേന്ദ്രം യേശു ആയിരിക്കണം. വളരെ ശരിയാണ് അനീറ്റ. അപ്പോൾ നമ്മൾ പങ്കെടുക്കാൻ പോകുന്ന പ്രോഗ്രാമിന്റെ പേരെന്താണ്? നമ്മുടെ ക്ലാസിന്റെ പേര് ക്രിസ്മസ് പാർട്ടി ക്ലബ്. ഇപ്പോൾ നമ്മൾ പാട്ട്, മനപ്പാഠവാക്യം, കഥ തുടങ്ങിയ കാര്യങ്ങൾ കേൾക്കാൻ പോകുകയാണ്. അതിലൂടെയൊക്കെ ക്രിസ്മസിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്രിസ്മസ് പാർട്ടി ക്ലബിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. CPC ഇന്ന് നമുക്ക് പ്രാർത്ഥിച്ചാരംഭിക്കാം. CPCയോ എന്ന് വെച്ചാൽ ക്രിസ്മസ് പാർട്ടി ക്ലബ്. പ്രാർത്ഥിച്ചാരംഭിക്കുവാൻ വേണ്ടി ബിജു സാറിനെ ക്ഷണിക്കുന്നു. വീണ്ടും ഒരു ക്രിസ്മസ് കാലം വന്നെത്തിയിരിക്കുന്നു. ഈ ക്രിസ്മസ് പ്രോഗ്രാമിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ഈ ക്ലാസ് ആരംഭിക്കാം. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം, കണ്ണുകളടയ്ക്കാം, കരങ്ങൾ കൂപ്പിപ്പിടിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല ദൈവമേ, പരിശുദ്ധനായ കർത്താവേ, ഈ പ്രോഗ്രാമിന് വേണ്ടി ഞങ്ങൾ ഇതിനോട് പ്രാർത്ഥിക്കുന്നു. ഇതിൽ ക്ലാസ്സുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന അധ്യാപകർക്കായിട്ട് സ്തോത്രം. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ ക്ലാസ് അവരുടെ ജീവിതത്തിൻ്റെ ഒരു അനുഗ്രഹമായി തീരുവാൻ, അവരുടെ ഹൃദയത്തിൽ യേശു ജനിക്കുന്ന, യേശുവിൻ്റെ മക്കളായി തീരുന്ന ഒരു അനുഭവം അവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആഘോഷിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു കാര്യമുണ്ട്. കുറെ മാലാഖമാർ ആട്ടിടയന്മാരോട് സദ്വാർത്ത അറിയിച്ച ശേഷം ദൈവത്തെ സ്തുതിച്ച കാര്യം. അതെ, അതിനെ ഓർത്താണല്ലോ നമ്മൾ കരോൾ ഗാനങ്ങൾ പാടുന്നത്. അപ്പോൾ പിന്നെ നല്ലൊരു ക്രിസ്മസ് ഗാനമില്ലാതെ നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കാനാകുമോ? പാട്ട് മാത്രമല്ല കേട്ടോ, നല്ലൊരു ആക്ഷനുമുണ്ട്. കുട്ടികളെല്ലാം അത് പഠിക്കണം കേട്ടോ. യേശു പിറന്നൊരു സുദിനം വരവായി. ഗ്ലോറിയ ഗാനം പാടാം മോദമായി, നാം ഒന്നായി രക്ഷകൻ. യേശു പിറന്നൊരു സുദിനം വരവായി. നിത്യജീവനേകാൻ, സ്വർഗരാജ്യമേകാൻ, നമ്മെ സ്വന്തമാക്കാൻ വന്നല്ലോ. നിത്യജീവനേകാൻ, സ്വർഗരാജ്യമേകാൻ, നമ്മെ സ്വന്തമാക്കാൻ വന്നല്ലോ. ഗ്ലോറിയ ഗാനം പാടാം മോദമായി, നാം ഒന്നായി രക്ഷകൻ. യേശു പിറന്നൊരു സുദിനം വരവായി. ഗ്ലോറിയ ഗാനം പാടാം മോദമായി, നാം ഒന്നായി രക്ഷകൻ. യേശു പിറന്നൊരു സുദിനം വരവായി. ഗ്ലോറിയ ഗാനം പാടാം. എനിക്ക് ആ പാട്ട് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇനി എന്താ നമ്മുടെ പരിപാടി? അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ പഠിക്കാൻ പോകുന്നു. നല്ല വാർത്തകൾ കേൾക്കുന്നത് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. ലോകത്തിലുള്ള എല്ലാവർക്കും സന്തോഷമുണ്ടാകുന്ന ഒരു നല്ല വാർത്ത നമുക്ക് കേട്ടാലോ? അപ്പോൾ ഒരു വാക്യം നമ്മൾ പഠിക്കാൻ പോകുന്നു അല്ലേ കൂട്ടുകാരെ? അപ്പോൾ ക്രിസ്മസുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന ബൈബിൾ വാക്യം നമുക്ക് പഠിച്ചാലോ? ഹലോ കൂട്ടുകാരെ, നിങ്ങൾ
നിങ്ങൾക്ക് ആരോടെങ്കിലും ഒരു പ്രധാനപ്പെട്ട മെസ്സേജ് പറയാനുണ്ടെങ്കിൽ അതിന് നിങ്ങൾ എന്തൊക്കെ വഴികളാണ് ഉപയോഗിക്കുന്നത്? ഒന്നുകിൽ നിങ്ങൾ അവർക്ക് ഫോണിൽ മെസ്സേജ് അയക്കും, അല്ലെങ്കിൽ അവരെ വിളിക്കും, അല്ലെങ്കിൽ അവരെ നേരിട്ട് പോയി കണ്ട് ആ കാര്യം പറയും. എന്നാൽ ദൈവത്തിന്റെ ചില പ്രധാനപ്പെട്ട സന്ദേശം ആളുകളോട് പറയാനുള്ളപ്പോൾ ചില സമയത്ത് ദൈവം ദൂതന്മാരെ ഉപയോഗിച്ചിരുന്നു. യേശു കർത്താവിന്റെ ജനനത്തെക്കുറിച്ച് ദൂതന്മാർ ചില ഇടയന്മാരോട് പറഞ്ഞ സന്ദേശമാണ് ഇന്നത്തെ നമ്മുടെ വാക്യം. ഞാൻ അതൊന്ന് വായിച്ചു കേൾപ്പിക്കാമേ, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 11-ാം വാക്യം. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ലൂക്കോസ് 2:11. ഞാനിപ്പോ വായിച്ച വാക്യം നമ്മുടെ ബൈബിളിൽ നിന്നുള്ളതാണ്. അത് ദൈവത്തിന്റെ യഥാർത്ഥമായിട്ടുള്ള വചനമാണ്. ബൈബിളാണ് ലോകത്തിലെ ഏറ്റവും വിശ്വസനീയമായ പുസ്തകം. കാരണം ഇത് എനിക്കും നിങ്ങൾക്കുമുള്ള ദൈവത്തിന്റെ സന്ദേശമാണ്. നമ്മൾ അറിയണമെന്ന് ദൈവം ആഗ്രഹിച്ച ചില കാര്യങ്ങൾ എഴുതാനായി ദൈവം 40 വ്യത്യസ്ത ആളുകളെ ഉപയോഗിച്ചു. ബൈബിളിന്റെ 2 ഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാ അത്? പഴയ നിയമവും പുതിയ നിയമവും. ഈ വാക്യം പുതിയ നിയമത്തിലെ 3-ാമത്തെ പുസ്തകമായ ലൂക്കോസിൽ നിന്നുള്ളതാണ്. ഈ പുസ്തകം എഴുതിയത് ലൂക്കോസ് എന്ന പേരുള്ള ഒരു വൈദ്യനാണ്. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ്. കർത്താവ് എന്ന് വെച്ചാൽ അവൻ എല്ലാറ്റിനും മേലെ അധിപനാണ്. ക്രിസ്തു എന്നതിനർത്ഥം ദൈവം ഐക്യമെന്ന് വാഗ്ദത്തം ചെയ്തവൻ എന്നാണ്. ആളുകളെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവൻ എന്നാണ് രക്ഷകനായ എന്ന വാക്കുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. ദൈവം തന്റെ പുത്രനായ യേശു കർത്താവെ നമുക്ക് എല്ലാവർക്കും വേണ്ടി രക്ഷകനായി അയച്ചു. കർത്താവിന്റെ ദൂതൻ ഇടയന്മാരോട് ഇത് പറഞ്ഞു. എന്നാൽ ഈ സന്ദേശം നിങ്ങൾക്കും എനിക്കും ഉൾപ്പെടെ ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ഇന്ന് ദാവീദിന്റെ പട്ടണം എന്ന് വിളിക്കപ്പെടുന്നത് ബേത്ലഹേമിനെയാണ്. ഈ ബേത്ലഹേമിലാണ് യേശു കർത്താവ് ജനിച്ചത്. ഇസ്രായേലിലെ ഏറ്റവും പ്രശസ്തനായ ഒരു രാജാവായിരുന്നു ദാവീദ്. രക്ഷകൻ ദാവീദിന്റെ കുടുംബത്തിൽ നിന്ന് വരുമെന്നും ദാവീദിന്റെ പട്ടണത്തിൽ ജനിക്കുമെന്നും ദൈവം മുൻപേ വാഗ്ദത്തം ചെയ്തിരുന്നു. അതായത് കർത്താവായ യേശു ലോകരക്ഷിതാവാണെന്ന് ഈ വാക്യം നമ്മോട് പറയുന്നു. കർത്താവായ യേശു നിങ്ങൾക്കും എനിക്കും വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും. ഈ വാക്യം സ്ക്രീനിൽ നോക്കി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒന്നുകൂടെ പറയാം. ലൂക്കോസ് 2:11. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾ ഇതുവരെ യേശുവിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് അവനിൽ വിശ്വസിക്കാനും ദൈവത്തിന്റെ മക്കളായി തീരാനും കഴിയും. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ ദൈവത്തെ അറിയണമെന്നും ദൈവത്തോടൊപ്പം എന്നേക്കും ജീവിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ ഈ ഭൂമിയിൽ ഒരു കുടുംബത്തിന്റെ ഭാഗമാണ്. എന്നാൽ നിങ്ങൾക്ക് എന്നേക്കും ദൈവത്തിന്റെ കുടുംബത്തിന്റെ ഭാഗമാകാൻ കഴിയും. എല്ലാ വർഷവും ക്രിസ്മസ് ദിനത്തിൽ ലോകമെമ്പാടുമുള്ള ദൈവത്തിന്റെ കുടുംബം യേശു കർത്താവ് ഭൂമിയിൽ വന്നതായി ആഘോഷിക്കുന്നു. ദൈവത്തിന്റെ കുടുംബത്തിലെ ഒരു പുതിയ അംഗമായി നിങ്ങൾക്ക് ഇന്ന് ആ ആഘോഷത്തിൽ പങ്കുചേരാം. നിങ്ങൾ ദൈവത്തിന്റെ ഒരു പൈതലാണെങ്കിൽ ക്രിസ്മസ് ആഘോഷിക്കാനുള്ള യഥാർത്ഥ കാരണത്തെക്കുറിച്ച് നിങ്ങൾക്ക് മറ്റുള്ളവരോട് പറയാൻ കഴിയും. ഒരുപക്ഷെ യേശു കർത്താവിനെ കുറിച്ച് അറിയാത്ത നിങ്ങളുടെ ഒരു ഫ്രണ്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ക്രിസ്മസ് സീസണിൽ നിങ്ങളുടെ ആ ഫ്രണ്ടിനോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും യേശു കർത്താവിനെ കുറിച്ച് പറയുവാനും അവരുമായി ഈ വാക്യം പങ്കിടുവാനും നിങ്ങൾക്ക് കഴിയും. അതിലൂടെ എങ്ങനെ ദൈവത്തിന്റെ കുടുംബത്തിന്റെ ഭാഗമാകാമെന്ന് അവർക്കും അറിയാം. നമുക്കൊരു ചെറിയ ഗെയിമിലൂടെ ഈ വാക്യം പഠിക്കാം. ഞാനിപ്പോൾ ചില ആക്ഷൻസ് കാണിക്കും. അതേപോലെ നിങ്ങളും എൻ്റെ കൂടെ ആക്ഷൻ ചെയ്ത് ഈ വാക്യം പറയണം. ലൂക്കോസ് 2:11. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നമുക്കൊന്നുകൂടെ പറയാം. എൻ്റെ ആക്ഷൻസ് അതേപോലെ തന്നെ നിങ്ങളും ചെയ്യണേ. ലൂക്കോസ് 2:11. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. എല്ലാവരും ഈ വാക്യം പഠിച്ചില്ലേ? എന്റെ കൂട്ടുകാർ നടത്തുന്ന പാർട്ടിക്ക് പോകുന്നതാണ് നല്ലത് എന്നെനിക്ക് തോന്നിയിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി അതിനേക്കാൾ നല്ലതാണ് നമ്മുടെ ക്രിസ്മസ് പാർട്ടി ക്ലബ്. ശരിക്കും അതെ, നമ്മുടെ ഇന്നത്തെ കഥയിലും അത് തന്നെയാണ് പറയുന്നത്. നമുക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യത്തേക്കാൾ മികച്ചതായ ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ പിന്നെ ഏതാണ് ലോകത്തിലെ ഏറ്റവും മികച്ച കാര്യമെന്ന് നമുക്ക് കേൾക്കാം. പ്രിയ കൂട്ടുകാരെ, ഇപ്പോൾ നമ്മൾ ഒരു കഥ കേൾക്കാൻ പോകുന്നു. നമ്മുടെ കഥയുടെ പേര് സർക്കസിനേക്കാൾ മികച്ചത്. ഒരു വലിയ കൂടാരം, ജോക്കർമാരുണ്ട്, ട്രപ്പീസ് കളിക്കാരുണ്ട്, പരിശീലനം ലഭിച്ച ചില മൃഗങ്ങളുണ്ട്, അഭ്യാസികളായ ആളുകളുണ്ട്, ഇന്ദ്രജാലക്കാരുണ്ട്. ഇതെല്ലാം നിറഞ്ഞ സ്ഥലം അതേതാണെന്ന് പറയാമോ കൂട്ടുകാരെ? യെസ്, സർക്കസ് അല്ലേ? നിങ്ങൾക്ക് സർക്കസ് ഇഷ്ടമാണോ? ഓക്കെ, എന്നാൽ നമുക്കൊരു സർക്കസിന് പോയാലോ? വളരെ കാലം മുമ്പ് ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു. അവൻ്റെ ഗ്രാമത്തിൽ സർക്കസ് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവന് വലിയ ആവേശമായി.
അവനതിന് പോകണമെന്ന് അവന്റെ മനസ്സിൽ തോന്നി. സമീർ എന്നായിരുന്നു അവന്റെ പേര്. മറ്റു വലിയ ജോലികളോ വിനോദത്തിനൊന്നും അവൻ പോകത്തില്ല. കാരണം അവന്റെ പപ്പയുടെ പലചരക്ക് കടയിൽ അവൻ സഹായിക്കാൻ പോകും, പപ്പയെ സഹായിക്കും. അങ്ങനെ അവൻ മുന്നോട്ട് ജീവിക്കുകയാണ്. ഇതുപോലൊരു ഡിസംബർ മാസം എത്തിയപ്പോൾ അവന്റെ വീടിന്റെ മുകളിലെ നിലയിൽ നിന്ന് അവൻ നോക്കിയപ്പോൾ അയൽപക്കത്തെ വീടുകളിലെല്ലാം സ്റ്റാർ തൂക്കിയിരിക്കുന്നു. ക്രിസ്മസ് ഇങ്ങ് അടുത്തെത്തി. ഒരു ദിവസം അവൻ സ്കൂളിൽ പോയി തിരിച്ചു വരുമ്പോഴേ അവന്റെ ഗ്രാമത്തിൽ 2 പേര് ഒരു വണ്ടിയിൽ വന്ന് അവൻ ആ വണ്ടിയിൽ നിന്നിറങ്ങി എന്തൊക്കെയോ സാധനങ്ങൾ കൊണ്ട് ഒരു വലിയ കൂടാരം ഉണ്ടാക്കുക. അവൻ അതിശയത്തോടെ നോക്കി. ഇതൊരു സർക്കസ് ആണെന്ന് തോന്നുന്നു. ഒരു സർക്കസ് കൂടാരം അവർ നിർമ്മിക്കുക. എനിക്ക് വന്നാൽ സർക്കസിന് പോകണം എന്ന് അവന് ആഗ്രഹം തോന്നി. അവനത് ആവേശത്തോടെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന 2 അങ്കിളുമാരും പല കളറിലുള്ള നോട്ടീസ് ഇങ്ങനെ അതിൽ വരുന്ന കുഞ്ഞുങ്ങൾക്കെല്ലാം വിതരണം ചെയ്യാം. അവനും ചെന്നു. അവനും ആ നോട്ടീസ് വാങ്ങി. മോനെ, നാളെ 3 മണിക്ക് ഈ കൂടാരത്തിൽ വെച്ച് ഒരു പ്രത്യേക പ്രോഗ്രാം ഉണ്ട്, മോൻ അതിന് വരണമേ. അവന് വളരെ ആവേശമായി. സർക്കസാണ്, പപ്പയോട് അനുവാദം വാങ്ങണമെന്ന് വിചാരിച്ച് അവൻ നേരെ വീട്ടിലേക്ക് ഓടുക. ആവേശത്തോടെ അവൻ ഓടുന്നേ. വീട്ടിൽ ചെന്ന് പപ്പയോട് ഈ കാര്യം പറയണം, അനുവാദം വാങ്ങണം. അങ്ങനെ അവൻ ഓടിപ്പോകുന്ന സമയത്ത് അവന്റെ വീടിന്റെ തൊട്ടടുത്തെത്തിയപ്പോൾ ആ വീടിന്റെ താഴെ ഒരു കളിസ്ഥലം ഉണ്ടായിരുന്നു. മുതിർന്ന കുട്ടികൾ അവിടെ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുക. അവനിങ്ങനെ ആവേശത്തോടെ ഓടുന്ന കണ്ടപ്പോൾ ഒരു കുട്ടി അവനെ വിളിച്ചിട്ട്, സമീറേ, നീ എന്താ ഇത്ര ആവേശത്തോടെ ഓടുന്നേ? നിനക്ക് എന്തോ സന്തോഷമുണ്ടെന്നോ? സമീർ നന്നേരം ദേഷ്യം വന്നു കേട്ടോ. സമീർ, ഇനി എന്റെ സന്തോഷത്തിന്റെ കാര്യം എന്നാന്ന് അവർക്ക് അറിയണം. അവർക്ക് വേറെ പണിയൊന്നുമില്ലേ? അവർക്ക് ഇനിയിപ്പോ എന്തൊക്കെ അറിയണ്ടേ? അപ്പൊ മറ്റൊരു കുട്ടി, സമീറെ, നിന്റെ കയ്യിലുള്ള നോട്ടീസ് ഒന്ന് കാണിച്ചേ. അവൻ പറഞ്ഞു, ഇതൊരു സർക്കസാ, അതിനെന്നെ ക്ഷണിച്ചിട്ടുണ്ട്. ഇനി അവരോട് വിവരിക്കട്ടല്ല, നോട്ടീസ് കൊടുത്ത് അവർക്ക് വായിച്ചറിയാലോ. അവൻ കൊണ്ടുപോയി നോട്ടീസ് കൊടുത്തു. ആ നോട്ടീസ് ആ കുട്ടികൾ മേടിച്ച് വായിച്ചു. വായിച്ച സമയത്ത് ആ കുട്ടികൾ പറഞ്ഞു, അയ്യേ, നിനക്കിതൊരു സർക്കസ് ആയിട്ടാണോ തോന്നിയത്? ഇത് സർക്കസ് ഒന്നും അല്ല, ഇത് മറ്റെന്തോ കാര്യമാണ്. സമീറിനങ്ങ് ദേഷ്യം കയറി കേട്ടോ. സമീർ എന്നെ ചെയ്തെന്നറിയോ? ആ നോട്ടീസ് പിടിച്ചു വാങ്ങിയിട്ട് ആ കുട്ടിയെ പിടിച്ചൊരു ഒറ്റ തള്ളു കൊടുത്തു. മക്കളെ, സമീർ ഇങ്ങനെ ചെയ്തത് നല്ല കാര്യമാണോ? ഒരിക്കലും അല്ല, അല്ലേ? മറ്റുള്ളവരോട് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നതൊന്നും നല്ലതല്ല. ഇങ്ങനെ മറ്റുള്ളവരോട് നമ്മൾ ദേഷ്യപ്പെടുന്നതും വഴക്കുണ്ടാക്കുന്നതും ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ അതിന് പറയുന്ന പേരെന്താണെന്നറിയാവോ? പാപം എന്നാ പറയുന്നത്. പാപം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ദൈവത്തിന് ഇഷ്ടമില്ലാതെ നിങ്ങൾ ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതുമായ എല്ലാ കാര്യത്തിനും പാപം എന്ന് പറയുന്നത്. ചിലപ്പോഴേ നമ്മൾ വീട്ടിലെ സഹോദരങ്ങളുമായിട്ട് വഴക്കുണ്ടാക്കും, അത് പാപമാണ്. അതേപോലെ തന്നെ അമ്മ പറയുന്നത് അനുസരിക്കത്തില്ല, അത് പാപമാണ്. നമ്മളെക്കാൾ കൂടുതൽ മാർക്ക് മറ്റൊരു കുട്ടിക്ക് കിട്ടിയാൽ നമുക്ക് ഉള്ളിലൊരു വിഷമം തോന്നും, അതിന് അസൂയ എന്നാ പറയുന്നത്. അസൂയപ്പെടുന്നതും പാപമാണ്. ഇങ്ങനെയുള്ള പാപങ്ങൾ നാം ചെയ്യാനുള്ള കാരണം എന്താണെന്നറിയാം മക്കളെ? നമ്മൾ ജനിക്കുന്നത് തന്നെ പാപ സ്വഭാവത്തോടെയാണ്. ദൈവത്തിന്റെ പുസ്തകം പറയുന്നു, റോമർ 3:23, ഒരു വ്യത്യാസവും ഇല്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. എല്ലാവരും എന്ന് പറഞ്ഞാൽ നിങ്ങളും ഞാനും ഈ ലോകത്തിലുള്ള എല്ലാവരും അതിനകത്ത് ഉൾപ്പെടും. ഇങ്ങനെ പാപം ചെയ്യുന്നവർക്ക് ദൈവം ഒരു ശിക്ഷ കൊടുക്കുന്നുണ്ട്. എന്താണെന്നറിയാവോ? ഒരിക്കലും ദൈവത്തിന്റെ സ്ഥലമായ സ്വർഗത്തിൽ നമുക്ക് പോകാൻ കഴിയില്ല. ഏറ്റവും ഒടുവിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകും. അതാണ് പാപത്തിന്റെ ശിക്ഷ. ആ വിധത്തിലുള്ള ഒരു പാപമാണ് ഇവിടെ സമീർ ചെയ്തത്. ആ കുട്ടിയെ പിടിച്ച് തള്ളിയ ചവൻ അവൻ്റെ വീട്ടിലേക്ക് ഓടി. അവന് പപ്പയോട് ഈ കാര്യങ്ങൾ പറയണം. അവൻ ഓടി അവൻ്റെ വീടിൻ്റെ അടുക്ക ചെന്നു. അവനൊരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. 5 നിലയുള്ളൊരു ഫ്ലാറ്റാണ്. അതിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിലാണ് അവർ താമസിക്കുന്നത്. അവൻ്റെ വീട്ടിലേക്ക് സ്റ്റെപ്പ് കയറി ഓടി. 102 സ്റ്റെപ്പുകൾ ഉണ്ടായിരുന്നു. അവൻ അവിടെ നിന്ന് ഓടി ഒരു പകുതി ദൂരം എത്തിയപ്പോഴത്തേക്ക് അവനെ അണച്ചു. അവനവിടെ നിന്നു. എങ്ങനെ അവൻ അണച്ചു? എല്ലാവരും ഒന്ന് കാണിച്ചേ. അവനെ അണച്ചു. അയ്യോ, ഇവിടെ നിന്നാ ശരിയാവത്തില്ല. അവൻ പിന്നെ ഓടി. വീണ്ടും അവൻ ഓടി കുറച്ച് സ്റ്റെപ്പുകൾ കയറിയപ്പോൾ അവൻ പിന്നെയും കതച്ചു. പിന്നെയും അവൻ അവിടെ നിന്ന് ഓടി 102 സ്റ്റെപ്പ് കയറി അവൻ്റെ വീടിൻ്റെ പടിക്കൽ അവൻ്റെ മുന്നിലെത്തി. അവൻ എന്ത് ചെയ്തെന്നറിയാം? വീടിൻ്റെ കതക് തുറന്ന് നോക്കിയപ്പോൾ പപ്പ കടയിൽ നിന്ന് വന്നിട്ട് ഇന്ന് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുക. അവൻ ചെന്ന് അണച്ചോണ്ട് പപ്പ പപ്പ അവൻ ഓടി കതച്ചതിൻ്റെ അണപ്പൊക്കെ ഉണ്ടേ. അവൻ പപ്പ 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 എന്നൊക്കെ. പപ്പ പറഞ്ഞു, നീ സമാധാനപ്പെട്, നിനക്ക് എന്തോ സന്തോഷം ഉണ്ടെന്ന് എനിക്കറിയാം. അത് ചോദിച്ചു, പപ്പ നമ്മുടെ ഗ്രാമത്തില് ഒരു സർക്കസ് വന്നിരിക്കുന്നു, ഒരു സർക്കസ് കൂടാരം. പപ്പ എന്നെ ആ സർക്കസിന് വിടുമോ? ഞാൻ സർക്കസിന് എന്നെ വിടാം. അവന് വലിയ സന്തോഷമായി. നീ ആ നോട്ടീസിങ് കാണിച്ച് ഞാനൊന്ന് നോക്കട്ടെ. അവൻ
നോട്ടീസ് പപ്പയുടെ കയ്യിലേക്ക് കൊടുത്തു. പപ്പ ആ നോട്ടീസ് മേടിച്ച് വായിച്ചപ്പോഴേ സമീർ പപ്പയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കി കേട്ടോ. അവൻ ആകെ സങ്കടം വന്നു. ശോ, എന്തോ ഒരു മരുന്നാ പപ്പ കഴിക്കുന്നേ, ഒന്നും ഫലിക്കുന്നില്ലെന്ന് തോന്നുന്നു. പപ്പ എന്നത്തേക്കാൾ ക്ഷീണിച്ചിരിക്കുന്നു. പപ്പ ആകെ മെലിഞ്ഞ് ഇരിക്കുന്നു. ശോ, ഇത് എന്തു ചെയ്യും? അവൻ്റെ പപ്പ അവനെ അധികം സ്നേഹിക്കുന്നുണ്ടെന്ന് അവൻ അറിയാമായിരുന്നു. അവൻ്റെ പപ്പയ്ക്ക് പലചരക്ക് കടയായിരുന്നെന്ന് പറഞ്ഞല്ലോ. ആ കടയിൽ പോയി ജോലി ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ആ തുച്ഛമായ വരുമാനം കൊണ്ടാണ് ആ വീടിന് വാടക കൊടുക്കണം, ഈ കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിക്കണം, അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്യണം. അങ്ങനെ വളരെ ബുദ്ധിമുട്ടി അവർ ജീവിക്കുന്നത്. എങ്കിലും അവൻ്റെ പപ്പ ഈ ബുദ്ധിമുട്ടിൻ്റെ നടുക്കും അവനെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടെന്ന് അവനറിയാം. മക്കളെ, സമീറിന് പക്ഷെ അറിയത്തില്ലാത്ത മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു. അതെന്താണെന്നറിയാമോ? അവൻ്റെ പപ്പയേക്കാൾ കൂടുതൽ അവനെ സ്നേഹിക്കുന്ന മറ്റൊരാളുണ്ടെന്ന് സമീറിന് അറിയത്തില്ലായിരുന്നു. അതാരാന്നറിയാമോ? അത് ദൈവമാണ്. ആ ദൈവം നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. ബൈബിൾ ദൈ ഇങ്ങനെ പറയുന്നു, യിരെമ്യാവ് 31:3. അതിൽ ദൈവം എന്നാ പറയുന്നതെന്നറിയാം? നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കും. ഈ ദൈവം നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു. നിങ്ങളുടെ കൂട്ടുകാർ ഒരുപക്ഷെ നിങ്ങളോട് എനിക്ക് നിന്നെ ഇഷ്ടമല്ലെന്ന് പറയാം. പക്ഷേ ദൈവം ഒരിക്കലും അങ്ങനെ പറയില്ല. ദൈവം നിങ്ങളെ നിത്യമായി സ്നേഹിക്കുന്ന ദൈവമാണ്. ഈ ദൈവമാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. ഈ ദൈവമാണ് ഈ കാണുന്നതെല്ലാം സൃഷ്ടിച്ചത്. ആ ദൈവം വിശുദ്ധനായ ദൈവമാണ്. ആ ദൈവം സ്വർഗത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ വീട് ഒരുക്കുന്നുണ്ട്. ദൈവത്തിന് നിങ്ങളെ അവിടെ കൊണ്ടുപോകണമെന്ന ആഗ്രഹം. ആ ദൈവം അത്രയധികം നിങ്ങളെ സ്നേഹിക്കുന്നു. ഈ കാര്യം നമ്മുടെ സമീറിന് അറിയത്തില്ല. പക്ഷെ അവൻ്റെ പപ്പ അവനെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവനെ നന്നായി അറിയായിരുന്നു. ആ നോട്ടീസ് വായിച്ചിട്ട് പപ്പ അവനോട് പറഞ്ഞു, സമീറെ, നീയും സൈറയും കൂടി, അവൻ്റെ അനുജത്തിയ സൈറ, നിങ്ങൾ രണ്ടുപേരും നാളെ സർക്കസിന് പോയിക്കും. സമീറിന് ഭയങ്കര ആവേശമായി. നാളെ പോകണം, സർക്കസ് കാണണം. പപ്പ ഒരു കാര്യം കൂടി അവനോട് പറഞ്ഞു, നീ എന്നും എന്നെ സഹായിക്കുന്നത് പോലെ കടയിൽ വന്ന് അലമാരിയിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് അടുക്കി വെക്കണം, അതിനെ എന്നെ സഹായിക്കണം. എന്നിട്ട് നീ സർക്കസിന് നാളെ പോകാവൂ. ഓക്കെ പപ്പ എന്ന് പറഞ്ഞു. അപ്പോൾ സമീറിന്റെ സഹോദരി സൈറയും പുറത്തേക്ക് വന്നു. സമീർ പറഞ്ഞു, നാളെ സർക്കസ് കാണാൻ നീയും റെഡി ആകണം, നമുക്ക് ഒരുമിച്ച് പോകണം. അങ്ങനെ അവൻ തൻ്റെ കിടക്കയിലേക്ക് പോയി. അവൻ്റെ മനസ്സിൽ സർക്കസ്, നാളെ സർക്കസിൽ എന്തെല്ലാം കാണാം, അതൊക്കെ ചിന്തിച്ച് അവൻ എപ്പോഴോ ഉറങ്ങി. രാവിലെ അവൻ എഴുന്നേറ്റു. അവൻ നേരെ കടയിലേക്ക് പോയി. കടയിൽ ചെന്ന് സാധനങ്ങളൊക്കെ എടുത്ത് പെറുക്കി വെക്കുക. അവൻ എന്ന് ചെയ്യുന്ന ജോലിയാണ്. പക്ഷെ ഇന്ന് അവൻ്റെ മനസ്സിൽ ഈ സർക്കസ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നോണ്ടേ അവൻ ഈ അലമാരിയിൽ നിന്ന് ഈ സാധനങ്ങളൊക്കെ എടുത്ത് പെറുക്കി വെച്ചിട്ട് ഇതങ്ങ് തീരുന്നില്ല. അവനാകെ കൂടെ പെറുപെറുത്തോണ്ടാ പപ്പ ഏൽപ്പിച്ച ജോലി ചെയ്യുന്നത്. ആ പണിയൊക്കെ തീർന്നിട്ട് അവൻ വീട്ടിൽ വന്നു, റെഡിയായി. സൈറയും കൂട്ടി നേരെ സർക്കസ് കൂടാരത്തിലേക്ക് പോയി. അവിടെ ചെന്നു. കുറേ കുഞ്ഞുങ്ങൾ ആ സർക്കസ് കൂടാരത്തിനകത്ത് വന്നിട്ടുണ്ട്. അവനും അതിനകത്ത് കയറി അവിടെ ഇരുന്നു. അവൻ ചുറ്റും നോക്കി. ജോക്കർമാരെവിടെ? ആകാശ ഊഞ്ഞാലില്ല, പരിശീലനം പ്രാപിച്ച മൃഗങ്ങളില്ല. ഇതൊരു സർക്കസ് അല്ലേ? ആ ചേട്ടന്മാര് പറഞ്ഞത് ശരിയായിരിക്കും. സർക്കസ് അല്ലെന്ന് തോന്നുന്നു. അങ്ങനെ അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ആൻറ്റി മുന്നോട്ട് വന്ന് ഒരു ഓർഗൻ അവിടെ വെച്ച് ഒരു ക്രിസ്മസ് പാട്ട് ആ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു. അവരെല്ലാം ആവശ്യത്തോടെ അത് പാടി. അപ്പോൾ മറ്റൊരു അങ്കിൾ, ജെയിംസ് എന്ന് പറയുന്ന അങ്കിൾ, മുന്നോട്ട് വന്ന് 2-3 പാട്ടുകൾ പഠിപ്പിച്ചു. ആ കുഞ്ഞുങ്ങളെല്ലാം ആവേശത്തോടെ അത് പാടി. അതിനുശേഷം ബെഞ്ചമിൻ എന്ന് പറയുന്ന ഒരു അങ്കിൾ കയ്യിൽ ഒരു കറുത്ത ബൈൻഡിട്ട പുസ്തകവുമായി മുന്നോട്ട് വന്നു. അവിടെ ഇരുന്ന കുഞ്ഞുങ്ങളോടൊക്കെ ചോദിച്ചു, ഇതെന്താണെന്ന് അറിയാമോ? ആരും ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ അങ്കിൾ പറഞ്ഞു, ഇത് ദൈവത്തിൻ്റെ പുസ്തകം, ബൈബിൾ. ഇതിൽ നിന്ന് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. സ്വർഗം എന്നൊരു സ്ഥലമുണ്ട്. ആ സ്ഥലം മനോഹരമാണ്. അത് ദൈവത്തിൻ്റെ വീടാണ്. ആ സ്വർഗം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുക. അവിടുത്തെ റോഡുകളെല്ലാം സ്വർണം കൊണ്ടാണ്. അവിടെ ദൈവം നിങ്ങൾക്ക് ഓരോരുത്തർക്കുമായിട്ട് ഒരു വീട് ഒരുക്കുന്നുണ്ട്. അതെല്ലാം സ്വർണ്ണങ്ങൾ കൊണ്ടാണ്. പക്ഷേ ആ സ്വർഗത്തിൽ നിങ്ങൾക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ സമീർ, അതെന്താ പോകാൻ കഴിയാത്തെ? നിങ്ങൾ ഞാൻ ചെയ്യുന്ന പാപങ്ങൾ കാരണം നമുക്ക് അവിടെ പോകാൻ കഴിയില്ല. പെട്ടെന്ന് സമീർ ഓർത്തു കേട്ടോ, ഇന്ന് രാവിലെ ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ആ ജോലി പെറുപെറുപ്പോടെ ചെയ്ത്. അപ്പൊ എനിക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റില്ല. ഞാൻ ഇന്നലെ കൂട്ടുകാരോട് വഴക്കുണ്ടാക്കി. അതും ശരിയായ കാര്യമല്ല. അപ്പൊ ഞാൻ പാപം ചെയ്തു. അവനത് ഓർമ്മ വന്നു. എന്നാൽ ആ അങ്കിള് അവൻ്റെ മനസ്സറിഞ്ഞിട്ടെന്ന പോലെ അടുത്ത വാക്ക് പറയാൻ തുടങ്ങി.
എന്നാൽ നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാനായി ദൈവം ഒരു വഴി ഒരുക്കി. ആ വഴി എന്താണെന്നറിയാമോ? കഴിഞ്ഞ 2000 വർഷം മുമ്പ് ദൈവം തന്റെ പുത്രനായ യേശു കർത്താവിനെ ഈ ഭൂമിയിലേക്ക് ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ഒരു കുഞ്ഞായി ദൈവം അയച്ചു. ഒരമ്മയിൽ നിന്ന് യേശു ജനിച്ചു. അവൻ കളിച്ചു, ചിരിച്ചു, പഠിച്ചു, വളർന്നു, എല്ലാം ചെയ്തു. എന്നാൽ 30 വയസ്സായപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള കാര്യം പറയാൻ ആ നാട്ടിൽ, ഇസ്രായേൽ നാട്ടിലെല്ലാം ഇറങ്ങി നടന്നു. പക്ഷേ അന്നത്തെ മത നേതാക്കന്മാർക്ക് യേശു കർത്താവിനെ ഇഷ്ടപ്പെട്ടില്ല. ഈ ജനമെല്ലാം അവൻ്റെ പിന്നാലെയാണ് എന്ന് അവർക്ക് തോന്നിയിട്ട് ഇവനെ എങ്ങനെയും കൊന്നുകളയണം. അതിന് അന്നത്തെ ഭരണാധികാരികളുമായിട്ട് കൂട്ടുചേർന്ന് യേശുവിൻ്റെ മീതെ, ഒരു തെറ്റും ചെയ്യാത്ത യേശുവിൻ്റെ മീതെ കള്ളക്കുറ്റം ചുമത്തി യേശു കർത്താവിനെ കുരിശിൽ തറച്ച് കൊല്ലാൻ അവർ തീരുമാനിച്ചു. യേശുവിനെ കുരിശിൽ തറച്ച് കൊല്ലുന്നതിന് മുമ്പ് ചാട്ടവാറുകൊണ്ട് അടിയടിച്ചു. യേശു കർത്താവ് ഒന്നും പറഞ്ഞില്ല. വേദന കൊണ്ട് പുളഞ്ഞു. തൻ്റെ ശരീരത്തിൽ നിന്ന് രക്തം ധാരധാരയായിട്ടൊഴുകി. യേശുവിൻ്റെ തലയിൽ ഒരു മുൾക്കിരീടം വെച്ചു. ആ മുള്ള് അവൻ്റെ തലയിൽ തുളഞ്ഞിറങ്ങി രക്തം ധാരധാരയായിട്ടൊഴുകി. എന്നാൽ യേശു കർത്താവ് ഒന്നും പറഞ്ഞില്ല, എല്ലാം സഹിച്ചു. എന്തിനു വേണ്ടിയെന്നറിയാമോ മക്കളെ? നിങ്ങളും ഞാനും ചെയ്ത സകല പാപത്തിൻ്റെ പരിഹാരത്തിനായി യേശു സ്വയം ക്രൂശിൽ മരിക്കാൻ തന്നെ സമർപ്പിച്ചു കൊടുക്കുകയായിരുന്നു. ദൈവത്തിന്റെ പുസ്തകമായ ബൈബിൾ പറയുന്നു, 1 കൊരിന്ത്യർ 15:3-4 വാക്യങ്ങൾ. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. യേശുവിനെ കുറിച്ചുള്ള ഈ കാര്യങ്ങൾ കേട്ടപ്പോൾ സമീറിന് ആശ്ചര്യം തോന്നി. എന്നാൽ അവന്റെ മനസ്സിലെ ഒരു ചോദ്യം ഉണ്ടായി. എന്നാൽ എൻ്റെ പാപങ്ങൾ എങ്ങനെ ക്ഷമിക്കപ്പെടും? അവന്റെ മനസ്സറിഞ്ഞു എന്നതുപോലെ ബെഞ്ചമിൻ അങ്കിൾ ദൈവത്തിന്റെ പുസ്തകത്തിൽ നിന്ന് ഒരു വാഗ്ദത്തം വായിച്ചു കേൾപ്പിച്ചു. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുമെന്നുണ്ട്. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ യേശു കർത്താവിനെ ഹൃദയത്തിലേക്ക് രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക, അവനെ അംഗീകരിക്കുക. ആ യേശു കർത്താവ് നിങ്ങളുടെ പാപത്തിനു വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നെന്ന് വിശ്വസിക്കുക. ആ യേശു കർത്താവിനോട് എൻ്റെ ഹൃദയത്തിലേക്ക് വരണമെന്ന് പറയുക. ഇങ്ങനെ നാം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ദൈവത്തിൻ്റെ പൈതലായിട്ട് തീരാൻ സാധിക്കും. അതിന് താല്പര്യമുള്ള പ്രിയപ്പെട്ടവർക്ക് ഇപ്പോൾ ഈ കൂടാരത്തിലിരിക്കാം. അല്ലാത്തവർക്ക് വെളിയിലേക്ക് പോകാം. സമീറിൻ്റെ സഹോദരി സെയ്റ വെളിയിലേക്ക് പോയി. മറ്റ് കുട്ടികളും കുറേ പേര് പോയി. എന്നാൽ സമീർ പോയില്ല. സമീർ അവിടെ തന്നെ ഇരുന്നു. സമീർ അങ്കിളിനോട് ചോദിച്ചു, എൻ്റെ ഹൃദയത്തിൽ യേശു കർത്താവ് വരാൻ ഞാൻ എന്ത് ചെയ്യണം? അങ്കിൾ പറഞ്ഞു, മോൻ അങ്ങനെ ശരിക്കും താല്പര്യമുണ്ടെങ്കിൽ വിശ്വസിച്ച് 3 കാര്യങ്ങൾ ദൈവത്തോട് പറഞ്ഞാൽ മതി. മോനത് സ്വയമായിട്ട് ദൈവത്തോട് പറയാൻ കഴിയുമോ? 1, മോൻ പറയണം, യേശുവേ ഞാനൊരു പാപിയാണെന്ന് മോൻ സമ്മതിക്കണം. 2, മോൻ യേശു കർത്താവിനോട് പറയണം, യേശു എനിക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയണം. 3, മോൻ യേശു കർത്താവിനോട് പറയണം, യേശുവേ ഞാൻ എൻ്റെ ഹൃദയം നിനക്കായി തരുന്നു എന്ന് മോൻ പറഞ്ഞ് യേശു കർത്താവിനെ ഹൃദയത്തിലേക്ക് വിളിക്കണം. ഇങ്ങനെ മോന് തന്നെ പറയാൻ കഴിയുമോ? ഇല്ലെങ്കിൽ അങ്കിള് മോനെ ഹെൽപ്പ് ചെയ്യാം. സമീർ അവിടെ മുട്ടുകുത്തി. ഈ 3 കാര്യങ്ങൾ സമീർ തൻ്റെ പ്രാർത്ഥനയായി താൻ ദൈവത്തോട് പറയുന്നത് പോലെ അവൻ ഈ 3 കാര്യങ്ങൾ ദൈവത്തോട് പറഞ്ഞു. സമീർ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റു. സമീറിന് വലിയ സന്തോഷം തോന്നി. അവൻ്റെ ഹൃദയത്തിൽ യേശു കർത്താവ് വന്നു. ആ സമീറിന് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ഒരു പ്രതി ആ ബെഞ്ചമിൻ അങ്കിൾ കൊടുത്തു. സമീർ അതുകൊണ്ട് തൻ്റെ വീട്ടിലേക്ക് സെയ്റയും കൂട്ടി വളരെ വേഗത്തിൽ ഓടിപ്പോയി. പപ്പയോട് ഈ കാര്യങ്ങൾ പറയണം. അവൻ വീട്ടിൽ ചെന്ന് യേശു കർത്താവ് തൻ്റെ ഹൃദയത്തിൽ വന്നത് സന്തോഷം അവൻ വീട്ടിൽ എല്ലാവരോടും പറഞ്ഞു. പിറ്റേ ദിവസം ക്ലാസ് ഉണ്ട്. പിറ്റേ ദിവസം ഈ ക്ലാസ്സിന് വന്ന കുഞ്ഞുങ്ങളെല്ലാം വന്ന് ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ബെഞ്ചമിൻ അങ്കിൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി, യേശു കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച നിങ്ങൾക്ക് ദൈവം 6 പ്രത്യേക കാര്യങ്ങൾ കൂടി നൽകുന്നുണ്ട്. അതെന്താണെന്ന് നമുക്കിന്ന് കേൾക്കാം. അങ്ങനെ അദ്ദേഹം അത് പറയാൻ തുടങ്ങി. 1, യേശു എപ്പോഴും നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. 2, നമുക്ക് പാപമില്ലാത്ത ഒരു ശുദ്ധ ഹൃദയം തരും. 3, യേശു കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ഓരോരുത്തർക്കും ദൈവം ഒരു മാലാഖയെ കാവലായിട്ട് നൽകും. 4, അവരുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കും. 5, അവരുടെ പേര് ദൈവത്തിന്റെ അറ്റൻഡൻസ് ബുക്ക്, അതേതാണെന്നറിയാമോ? ജീവപുസ്തകം. ആ പുസ്തകത്തിൽ ദൈവം ആ വ്യക്തികളുടെ പേര് എഴുതും. അതാർക്കും വായിച്ചു കളയാൻ പറ്റില്ല.
ഏറ്റവും ഒടുവിൽ നമ്മൾ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ട് കഴിയുമ്പോൾ അങ്ങനെയുള്ളവരെ ആറാമത് ദൈവത്തിൻ്റെ വീടായ സ്വർഗത്തിലേക്ക് അവൻ കൊണ്ടുപോകും. ഈ 6 കാര്യങ്ങൾ കേട്ടപ്പോൾ സമീറിന് വലിയ ആശ്ചര്യം തോന്നി. ഇത്രയും കാര്യങ്ങൾ ദൈവം എനിക്ക് വേണ്ടി തരുന്നു. എന്തൊരു അത്ഭുതകരമാ. പതിപോലെ അങ്കിൾ പറഞ്ഞു, ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ ഇരിക്കാം, അല്ലാത്തവർക്ക് കൂടാരത്തിന് വെളിയിലേക്ക് പോകാം. ഇന്ന് സെയ്റ അവിടെ ഇരുന്നു, സമീർ അവിടെ ഇരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ സമീറിന്റെ പപ്പ പുറകിലെ ബെഞ്ചിലുണ്ടായിരുന്നു. സമീറിന്റെ പപ്പയും അവിടെ ഇരുന്നു. അതിനുശേഷം അങ്കിൾ ഈ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോൾ സമീറിന്റെ പപ്പ പറഞ്ഞു, ഞാൻ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഞാൻ പള്ളിയിൽ പോകുന്നയാളാണ്, പക്ഷേ എനിക്കിതൊരു പുതിയ അറിവാണ്. എനിക്കും ഈ യേശു കർത്താവിനെ വേണം. അന്ന് സമീറിന്റെ പപ്പയും ആ കൂടാരത്തിൽ വെച്ച് യേശു കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചു. സന്തോഷത്തോടെ അവർ വീട്ടിലേക്ക് പോയി. മമ്മിയോടും ഈ കാര്യങ്ങൾ പറഞ്ഞു. അവർ കുടുംബം ദൈവത്തിൻ്റെ വകയായി തീർന്നു. അങ്ങനെ വളരെ സന്തോഷത്തിൽ അവർ ജീവിക്കാൻ തുടങ്ങി. സമീർ ഒരു ദിവസം സ്കൂളിൽ പോയി തിരിച്ചു വരുമ്പോൾ അവൻ്റെ അങ്കിളുമാർ ആ കൂടാരം അഴിക്കുന്ന കണ്ടു. അവന് വലിയ സങ്കടം തോന്നി. അവൻ വന്നിട്ട് ചോദിച്ചു, അങ്കിളുമാരെ, നിങ്ങൾ എന്തിനാ കൂടാരം അഴിക്കുന്നത്? നിങ്ങൾ പോകുവാണോ? അതേ മോനെ, ഞങ്ങൾക്ക് അടുത്ത ഗ്രാമത്തിൽ പോകണം, അവിടെയും കുറേ കുട്ടികളുണ്ട്, അവരോടും ഇതേ കാര്യങ്ങൾ പറയണം. ഇനി നിങ്ങൾ വരില്ലേ? അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ ഞങ്ങൾ വരും, ഞാൻ കാത്തിരിക്കും കേട്ടോ. അങ്ങനെ അവർ അവനോട് ടാറ്റ പറഞ്ഞ് ആ ഗ്രാമത്തിൽ നിന്ന് പോയി. അടുത്ത വർഷം അതേ സമയമായപ്പോൾ ആ അങ്കിളുമാർ വന്നു, വീണ്ടും കൂടാരം നിർമ്മിച്ചു. സമീർ ഓടി ആ കൂടാരത്തിലേക്ക് ചെന്നു. അപ്പോൾ ആ അങ്കിളുമാർ അവനോട് ചോദിച്ചു, സമീറേ, മമ്മി എന്തു പറയുന്നു? സുഖമായിട്ടിരിക്കുന്ന അങ്കിളെ. സെയ്റ എന്തു പറയുന്നു? സെയ്റയും സുഖമായിട്ടിരിക്കുന്നു. സമീറിന് എന്തുണ്ട് വിശേഷം? ഞാനും നന്നായിട്ടിരിക്കുന്ന അങ്കിളെ. ഏറ്റവും ഒടുവിൽ അങ്കിൾമാർ ചോദിച്ചു, സമീറേ, പപ്പ എന്തു പറയുന്നു? സമീറിൻ്റെ മുഖം വാടി. അവൻ്റെ കണ്ണുകളിൽ കൂടി കണ്ണുനീർ താഴേക്ക് വീണു. ആ അങ്കിൾ അവനെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് അവൻ പറഞ്ഞു, അങ്കിളെ, എൻ്റെ പപ്പ കുറച്ച് നാളുകൾക്ക് മുമ്പ് അസുഖം കൂടി മരിച്ചുപോയി. അതിനുശേഷം അവൻ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ കുഞ്ഞുങ്ങളെ? അവൻ സ്വർഗത്തിലേക്ക് കൈ ഇങ്ങനെ ചൂണ്ടിയിട്ട്, ആകാശത്തേക്ക് കൈ ഇങ്ങനെ ചൂണ്ടിയിട്ട് അവൻ പറഞ്ഞു, എൻ്റെ പപ്പ ഇപ്പോൾ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ വീട്ടിലുണ്ട്, ഞാനും ഒരു നാൾ അവിടെ പോകും. നോക്കിയേ, ഒരു സർക്കസ് കണ്ട് സന്തോഷിക്കാൻ പോയ ആ സമീർ ആ സർക്കസ് കണ്ടിരുന്നെങ്കിൽ വെറും 1.5 മണിക്കൂർ അവനൊരു സന്തോഷം കിട്ടത്തുള്ളായിരുന്നു. എന്നാൽ അന്ന് അങ്കിളുമാര് അവന് പറഞ്ഞു കൊടുത്ത ആ ദൈവത്തിൻ്റെ കാര്യങ്ങൾ അവൻ സ്വീകരിച്ചതുകൊണ്ട് അവൻ്റെ ഹൃദയത്തിൽ ദൈവമുണ്ട്, യേശു കർത്താവ് അവൻ്റെ ഹൃദയത്തിലുണ്ട്. അവനിപ്പോൾ സന്തോഷമുണ്ട്. ബെഞ്ചമിൻ അങ്കിൾ പറഞ്ഞു, നിന്റെ പപ്പ മരിച്ചതിൽ എനിക്കും സങ്കടമുണ്ട്, പക്ഷേ ഞാൻ വളരെ സന്തോഷിക്കുന്നു. നിന്റെ പപ്പ സ്വർഗത്തിൽ ദൈവത്തോടൊപ്പമുണ്ട്. അതെ അങ്കിളെ, എല്ലാവരും യേശു കർത്താവിനെ അറിയണമെന്ന് എനിക്ക് ആഗ്രഹം. അങ്കിളെ, ആ നോട്ടീസിങ് ഇതാ, ഞാൻ മറ്റു കുഞ്ഞുങ്ങളെ വിളിച്ചുകൊണ്ട് വരാം. അങ്ങനെ സമീർ ആ നോട്ടീസുമായി ഓടി മറ്റു കുഞ്ഞുങ്ങളുടെ അടുക്കലേക്ക് പോയി. എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളെ, സമീറിനെ പോലെ യേശു കർത്താവ് ഹൃദയത്തിലുള്ള ഒരു കുഞ്ഞാണ് നീ എങ്കിൽ നിന്നെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാമോ? മറ്റുള്ളവരോട് യേശു കർത്താവിനെ കുറിച്ച് പറയാൻ നിനക്ക് കഴിയണം. നമുക്കറിയാവുന്നതുപോലെ മറ്റുള്ളവരോട് യേശുവിനെ കുറിച്ച് പറയണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇതേപോലെ യേശുവിനെ നിങ്ങളുടെ രക്ഷകനായി നിങ്ങൾ സ്വീകരിച്ചെങ്കിൽ നിങ്ങൾക്കും യേശുവിൻ്റെ സാക്ഷിയാകാം. അത് ചെയ്യാൻ ആഗ്രഹിച്ചതുകൊണ്ടാണ് സമീർ ആ നോട്ടീസ് വാങ്ങിക്കൊണ്ട് മറ്റു കുട്ടികളെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞത്. അവൻ കണ്ടുകൊണ്ട് എല്ലാവർക്കും ആ നോട്ടീസ് കൊടുത്തു, ആ മീറ്റിങ്ങിലേക്ക് ക്ഷണിച്ചു. അവൻ ആ അങ്കിളുമാരോട് പറഞ്ഞ മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു മക്കളെ. അതെന്താണെന്നറിയാമോ? അങ്കിളെ, വെറും ഒരു സർക്കസ് കാണാൻ വന്ന ഞാൻ ഈ ദൈവത്തെ അറിയാൻ എനിക്കിടയായി. അതുകൊണ്ട് നിങ്ങൾ അന്ന് എനിക്ക് പറഞ്ഞു തന്ന ഈ ദൈവത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഒരു സർക്കസിനേക്കാൾ മികച്ചതായിരുന്നു. ബൈബിൾ പറയുന്നു, യോഹന്നാൻ 1:12, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. യേശുവിനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യേശുവിനെ നിങ്ങളുടെ സ്വന്തം രക്ഷകനായിട്ട് സ്വീകരിക്കുക എന്നാണ്. എന്നാൽ അതിന് നമ്മളെ തടസ്സപ്പെടുത്തുന്നത് പാപം എന്ന കാര്യമാണ്. ഈ പാപത്തിൻ്റെ പരിഹാരത്തിനാണ് യേശു കുരിശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നത്. ആ യേശു കർത്താവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വിളിച്ചാൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ പൈതലായിട്ട് തീരാൻ കഴിയും. ഇന്ന് നിങ്ങൾക്ക് യേശുവിനെ വിശ്വസിച്ച് അവനെ ഹൃദയത്തിലേക്ക് വിളിക്കാൻ താല്പര്യമുണ്ടോ? അത് എങ്ങനെയാണെന്ന് നമ്മൾ തുടർന്ന് കേൾക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, സമീർ യേശു കർത്താവിനെ ഒരു ക്രിസ്മസ് നാളിൽ കണ്ടെത്തിയതുപോലെ ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങളും
ഈ യേശു കർത്താവിനെ കണ്ടെത്തുവാൻ, ശരിക്കുള്ള ക്രിസ്മസ് എന്താണെന്ന് മനസ്സിലാക്കുവാൻ എല്ലാ കൂട്ടുകാരെയും സഹായിക്കണം. ഞങ്ങളുടെ പ്രാർത്ഥന കർത്താവ് കേട്ടതിനായിട്ട് നന്ദി. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സർക്കസിന് പോകുന്നതും കൂട്ടുകാരോടൊപ്പം കൂടുന്നതും പിക്നിക്കിന് പോകുന്നതും എല്ലാം വളരെ രസകരമായ കാര്യം തന്നെയാണ്. എന്നാൽ യേശുക്രിസ്തുവിന്റെ സ്നേഹം നമ്മൾ തിരിച്ചറിയുന്നത് ഏറ്റവും മഹത്തായ കാര്യം തന്നെയാണ്. അതെ, നമ്മുടെ കഥയിലെ സമീറിനെ പോലെ ഈ കഥ കേൾക്കുന്ന കൂട്ടുകാർക്കും സമീറിനെ പോലെ യേശു കർത്താവിന്റെ ഒരു പൈതലായി തീരാൻ ആഗ്രഹമുണ്ടാകും. അവരെ സഹായിക്കാൻ ഇപ്പോൾ നമ്മുടെ കൊടുസാറുണ്ട്. അത് നമുക്ക് കേൾക്കാം. ഹലോ കൂട്ടുകാരെ, കഥ പഠിച്ച സമയത്ത് ചില കൂട്ടുകാർക്കൊക്കെ യേശുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കണമെന്ന് ആഗ്രഹമുണ്ടായി. യേശുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കാൻ ഇന്ന് ഞാൻ നിങ്ങളെ സഹായിക്കാനാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ഉള്ള ഒരു പ്രശ്നം? ബൈബിൾ പറയുന്നു, അതിൻ്റെ പേരാണ് പാപം. പാപം എന്ന് വെച്ചാൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത രീതിയിൽ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും സംസാരിക്കുന്നതുമായ കാര്യം. ആരൊക്കെ ഈ പാപം ചെയ്തിട്ടുണ്ട്? ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും എന്ത് ചെയ്തിട്ടുണ്ട്? പാപം ചെയ്തിട്ടുണ്ട്. ഈ പാപത്തിന് ഒരു ശിക്ഷയുണ്ട്. അതെന്താണെന്നറിയാവോ? നിന്നെ സ്നേഹിക്കുന്ന ദൈവത്തിൽ നിന്ന് ഈ പാപം നിന്നെ വേർപിരിക്കും. എന്നാൽ ദൈവം ഈ പാപത്തിൽ നിന്ന് നിന്നെ വേർപിരിക്കാതിരിക്കാൻ വളരെ മനോഹരമായൊരു പദ്ധതി ഉണ്ടാക്കി. അതെന്താണെന്നറിയാവോ? ആ പദ്ധതിയാണ് കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തു ഈ ലോകത്ത് വന്ന് ജനിച്ചു, നമ്മളെപ്പോലെ തന്നെ വളർന്നു, കളിച്ചു, എല്ലാ കാര്യങ്ങളും നമ്മളെപ്പോലെ ചെയ്തെങ്കിലും നാം ചെയ്ത പാപം യേശു ചെയ്തേയില്ല. എന്നാൽ മനുഷ്യരെന്ത് ചെയ്തു? യേശുവിനെ കാൽവരി ക്രൂശിൽ തറച്ചു, ആണി കൊണ്ട് അടിച്ചു, മുൾമുടി വെച്ചു. യേശുക്രിസ്തുവിൻ്റെ അവസാനത്തുള്ള ചോര വരെ എന്ത് ചെയ്തു? യേശുപ്പച്ചൻ നമുക്ക് വേണ്ടി നൽകി തന്നു. യേശു മരിച്ചു, യേശുവിനെ കൊണ്ട് എന്ത് ചെയ്തു? അടക്കവും ചെയ്തു. എന്നാൽ മൂന്നാം ദിവസം യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് വന്നു. യേശുവിനെ അനേകർ ഈ ലോകത്ത് കണ്ടു. 40 ദിവസം ഈ ലോകത്ത് ജീവിച്ചിട്ട് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് പോയി. ഈ യേശു ഇന്നും ജീവിക്കുന്നുണ്ട്. ബൈബിളിൽ പറയുന്നു, യോഹന്നാൻ 1:12 അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുക്കുന്നു. അവനെ എന്ന് വെച്ചാൽ ഈ യേശുവിനെ കൈക്കൊള്ളുക, യേശുവിനെ എൻ്റെതാക്കി മാറ്റുക, അവനെ വിശ്വസിക്കുക എന്ന് വെച്ചാൽ യേശുവിൻ്റെ അടുത്ത് പറയണം, യേശുപ്പച്ച ഞാനൊരു പാപിയാണെന്ന് സമ്മതിക്കുന്നു, എൻ്റെ പാപത്തിന് വേണ്ടിയാണ് അങ്ങ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് നീ പറയുവാണെങ്കിൽ നീ ഇന്ന് ദൈവത്തിൻ്റെ പൈതലായി മാറും എന്നാണ് ഈ വചനം പറയുന്നത്. അങ്ങനെ ചെയ്യുവാൻ താല്പര്യമുള്ള കുഞ്ഞുങ്ങൾ ഇപ്പോൾ നമുക്ക് യേശുവിനോട് പ്രാർത്ഥിക്കാം. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? 3 കാര്യം യേശുപ്പച്ചനോട് പറയണം. യേശുപ്പച്ച, ഞാൻ പാപം ചെയ്യുന്നു, എൻ്റെ പാപത്തിന് വേണ്ടിയാണ് അങ്ങ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ വന്ന് എന്നെ അങ്ങയുടെ പൈതലാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടയ്ക്കാം, യേശുപ്പച്ചനോട് പ്രാർത്ഥിക്കാം. പ്രിയ ദൈവമേ, ഞാനൊരു പാപിയാണെന്ന് സമ്മതിക്കുന്നു. അങ്ങ് എൻ്റെ പാപത്തിന് വേണ്ടിയാണ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ അങ്ങയുടെ പൈതലാക്കി മാറ്റണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹലോ കൂട്ടുകാരെ, നമുക്കിതുപോലെ എങ്ങനെ ഒരു ഹാൻഡ് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാമെന്ന് നോക്കാം.
കാര്യങ്ങളെല്ലാം എത്ര മികച്ചതായിരുന്നു അല്ലേ? അതെ, എനിക്കിപ്പോൾ പാർട്ടിക്ക് പോകാത്തതിൽ വിഷമം ഒന്നും തന്നെയില്ല. കാരണം അതിനേക്കാൾ മികച്ച കാര്യമാണ് നമ്മളിപ്പോൾ കേട്ടത്. എന്നെപ്പോലെ തന്നെ എല്ലാ കൂട്ടുകാർക്കും ക്രിസ്മസിന്റെ യഥാർത്ഥ അർത്ഥവും ലോകത്തിലെ ഏറ്റവും മികച്ച കാര്യവും മനസ്സിലായിട്ടുണ്ടാവും. അതെ, തീർച്ചയായും. അപ്പോൾ ഇന്നത്തെ ക്രിസ്മസ് പാർട്ടി ക്ലബിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഇന്നത്തെ CPC ക്ലബ്ബിൽ പങ്കെടുത്ത എല്ലാ കൂട്ടുകാരെയും നന്ദിയോടെ ഓർക്കുന്നു. ഇന്ന് നിങ്ങൾ പഠിച്ച പാട്ടും വാക്യവും കഥയുമെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇന്ന് നമ്മുടെ ഈ ക്ലബ്ബ് പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ ഇന്ന് നടത്തിയ ക്ലബിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ക്ലബ്ബിൽ പങ്കെടുത്ത എല്ലാ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർ കേട്ട വചനം അവരുടെ ഹൃദയത്തിൽ പ്രയോജനപ്പെടുവാൻ കർത്താവ് സഹായിക്കണം. യേശു കർത്താവ് അവരുടെ ഹൃദയത്തിൽ ജനിച്ച ദിവസമാക്കി അങ്ങ് മാറ്റിയതിനായിട്ട് അങ്ങേക്ക് നന്ദി പറയുന്നു. യേശു കർത്താവ് വളരുന്ന കുഞ്ഞുങ്ങളാക്കി അവരെ മാറ്റണം. യേശുവിനെ നല്ല കുഞ്ഞുങ്ങളാക്കി അവരായിരിക്കുന്ന ഇടങ്ങളിൽ അവരെ സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.